ഷാഫി പറമ്പിൽ ശൈലജ ടീച്ചർ ബഹുദൂരം പിന്നിലായിരിക്കുന്നു. തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിൽ വടകരയിൽ തീരുമാനമായിരിക്കുന്നു. ഷാഫിയാണ് വടകരയിൽ. കണ്ണൂരിൽ കെ സുധാകരന്റെ ലീഡ് 74,108 ഉയർന്നിരിക്കുന്നു. പാലക്കാട് UDFിലെ VK ശ്രീകണ്ഠന്റെ ലീഡ് 70,860 ഉയർന്നിരിക്കുന്നു. ഡീനിന്റെ ലീഡ് ഇടുക്കിയിൽ 1,29,572 ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട കാര്യം. ഷാഫി പറമ്പിൽ എറണാകുളത്ത് ഹൈബീഡന്റെ ലീഡ് 2,14,702 ഉയർന്നിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖറിന്റെ ലീഡ് കുറഞ്ഞു വരുന്നു. എങ്കിലും 10,000-ലധികമായി ലീഡ് നിലനിർത്താൻ രാജീവ് ചന്ദ്രശേഖറിന് സാധിച്ചിട്ടുണ്ട്. 75,000, അതായത് 3,00,000 മുകളിലേക്ക് സുരേഷ് ഗോപി ലീഡ് ഉയർത്തിയിട്ടുണ്ട്. കോഴിക്കോട് MK രാഘവൻ 1,00,000 കടക്കുന്നു. മലപ്പുറത്ത് ET മുഹമ്മദ് ബഷീർ 2,00,000 കടക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാഹുൽ ഗാന്ധി 2,00,000 കടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. വീണ്ടും എന്താണോ പ്രജ്വൽ രേവണ്ണയ്ക്ക് സംഭവിച്ചത്, സമാനമായ വിധി ഹൈദരാബാദിൽ മുസ്ലിം വോട്ടർമാരുടെ പർദ്ദ ഉയർത്തി പരിശോധിച്ച് മുസ്ലിം സ്ത്രീകളുടെ മാനത്തിന് വില പറഞ്ഞ BJP സ്ഥാനാർത്ഥി മാധവി ലത വൻ പരാജയത്തിലേക്ക് 1, 2, 3, 4 ആയിരമല്ല 1.5 ലക്ഷം വോട്ടുകൾക്കാണ് ഇപ്പോൾ ഹൈദരാബാദിൽ മാധവി ലത പിന്നിലായിരിക്കുന്നത്. മുസ്ലിം സ്ത്രീകളുടെ പർദ്ദ ഉയർത്തി നോക്കി ഐഡന്റിറ്റി നോക്കാൻ പോയ മാധവി ലത 1.5 ലക്ഷം വോട്ടുകൾക്ക് പിന്നിൽ. പ്രജ്വൽ രേവണ്ണ ഹസനിൽ 1.5 ലക്ഷം വോട്ടുകൾക്ക് പിന്നിൽ പരാജയം ഉറപ്പിച്ചിരിക്കുന്നു രണ്ടുപേരും. രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് നേരത്തെ സുജിയ പറഞ്ഞത് വ്യക്തമാണ്. വോട്ടെണ്ണൽ പുരോഗമിക്കുന്നത് UDF സ്വാധീന മേഖലകളിലാണ്. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരന്റെ ലീഡ് ഇനിയും അല്പം കുറയാനുള്ള സാധ്യതയാണുള്ളത്. പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി ഏതാണ്ട് വിജയം ഉറപ്പിക്കുകയാണ്. അവിടെ ആന്റോ ആന്റണിയുടെ ലീഡ് 35,293 ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ തോമസ് ഐസക്കിന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് ഇന്ത്യ മുന്നണിയുടെ വോട്ട് നില ഖടാഖഡ് ഭടാഭഡ് ഉയർന്നുകൊണ്ടിരിക്കുന്നതാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം കേരളത്തിൽ LDFിന്റെ വോട്ട് നിലയിൽ താഴേക്ക് പോകുന്നതും ഖടാഖഡ് ഭടാഭഡ് വേഗത്തിലാണ്. ഇതും വളരെ പത്തനംതിട്ടയിലെ UDFിന്റെ ലീഡ് 35,293 എന്ന് പറയുമ്പോൾ തോമസ് ഐസക്കിന്റെ പ്രതീക്ഷകൾ അവസാനിക്കുകയാണ്. പലയിടങ്ങളിൽ ഒരു മത്സരം കാഴ്ചവെക്കാൻ പോലും ലെഫ്റ്റിന് കഴിയുന്നില്ല. ഇത്തവണ മത്സരം ഉള്ളത് വളരെ കുറഞ്ഞ മണ്ഡലങ്ങളിലാണ് സുജിയ, ഒരു സംശയമില്ല അക്കാര്യത്തിൽ. മാത്രമല്ല LDF ഒരു വോട്ടർമാരുടെ ഇടയിൽ ഒരു സാധ്യത പോലും ആയിട്ടില്ല പലയിടങ്ങളിലും എന്നുള്ളതാണ് കാണുന്നത്. പ്രത്യേകിച്ച് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കുന്നേ ഇല്ല എന്നുള്ളതാണ് ഒരു വിഷയം. വളരെ കോർ വോട്ട് മാത്രമാണ് CPMന് LDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയിരിക്കുന്നത്. ഡോക്ടർ KS രാധാകൃഷ്ണൻ വോട്ടുകൾ കിട്ടുന്നുമുണ്ട്. അത് വെച്ചാൽ അത് വ്യക്തിപരമായിട്ടുള്ള മികവിന്റെ അടിസ്ഥാനത്തിൽ ആളുകൾക്ക് കെ രാധാകൃഷ്ണന് എതിരായി വോട്ട് ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയും പിന്നെ ആ മണ്ഡലത്തിൽ ആന്റി ഇൻകംബൻസിയും ഉണ്ട്. തൃശ്ശൂരും തിരുവനന്തപുരവും ആലപ്പുഴയും ആറ്റിങ്ങലും എടുത്തു നോക്കിയാൽ പോലും BJPയുടെ വോട്ട് വിഹിതത്തിൽ 3% കൂടുതൽ വർധന ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്ന് കാണാം. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ശക്തമായ മോദി തരംഗമല്ല, പകരം വ്യക്തി കേന്ദ്രീകൃതമായ വോട്ടുകളാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയത്, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനും കിട്ടിയത്. അതുകൊണ്ട് തന്നെ വോട്ട് പെർസെൻറ്റേജിൽ പരമാവധി വർധനമുണ്ടാകാൻ സാധ്യതയുള്ളത് 5% വരെ മാത്രമാണ് എന്ന് നമ്മുടെ കാൽക്കുലേഷൻ വീണ്ടും ശരിയായി വരുന്നു. മറ്റു പല മണ്ഡലങ്ങളിലും BJPക്ക് പൊരുതാൻ പോലും കഴിയാതെ പതറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതേസമയം UDF നില മെച്ചപ്പെടുത്തുന്നു പല മണ്ഡലങ്ങളിലും. തിരുവനന്തപുരം രാഹുൽ ഗാന്ധി വയനാട്ടിലെ 3 ലക്ഷത്തിലേക്ക് നീങ്ങുകയാണ്. ഭൂരിപക്ഷ ലീഡിൽ ഇതിനകം തന്നെ 2,85,381, അതായത് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ഈ കേരളത്തിൽ നിന്ന് ജയിക്കാൻ പോകുന്നത് ഇത്തവണയും രാഹുൽ ഗാന്ധി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം,